ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാനിവിടെ റേഷനരി കൊണ്ടുള്ള വളരെ സോഫ്റ്റായിട്ടുള്ളൊരു പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ രീതിയിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് പുട്ടിൻ്റെ പൊടിക്ക് വെള്ളം കൂടിപ്പോയിട്ട് കുഴഞ്ഞു പോകുന്നു, അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പുട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അരി തലേന്ന് രാത്രി തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഞാനിപ്പോൾ 2 നാഴി റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വരും. എന്നിട്ട് 5 മിനിറ്റ് നേരത്തേക്ക് ഒരു കട്ടിയുള്ള ടവലിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ അരിയുടെ വെള്ളമെല്ലാം നന്നായിട്ട് വലിഞ്ഞു കിട്ടും. അതിനുശേഷം നമുക്കിത് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ കുറേശ്ശെ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു പരുവത്തിന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ഒരാവശ്യവുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നത്. നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഇരിക്കും. കണ്ടോ, ഇതാണ് നമ്മുടെ പരുവം. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലോട്ട് വാരിയിടുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മൾ തേങ്ങയുടെ ലെയർ ഇട്ട് കൊടുക്കും, അതിനുശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കും. അങ്ങനെ ഓരോ ലെയറായിട്ട് പുട്ടുകുറ്റി നന്നായിട്ട് ഫില്ലാക്കി എടുക്കും. കുത്തി നിറയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് വാരിയിടുക മാത്രമേ ചെയ്യാവുള്ളൂ. ഏറെ തേങ്ങ ഇട്ടാൽ അത്രയും ടേസ്റ്റാണ്. എന്നിട്ട് 5 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ നന്നായിട്ട് ആവി കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി ഒന്ന് കഴിച്ചാൽ മാത്രം മതിയാകും. കുറച്ച് കടലക്കറിയും പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സജഷൻസ് എന്നെ മറക്കാതെ അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.